വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തില് യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു, ഇത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം പ്രത്യേകമായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യാൻ അനുദപിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അനുദപിക്കണമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നുവെന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തില്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമെന്ന് ദൈവം നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. ആ നീ എന്നുള്ള സ്ഥലത്ത് എന്റെയും നിങ്ങളുടെയും പേര് ചേർത്ത് വായിച്ചാൽ ആ പേരെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ദൈവം നമ്മളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് മാത്രമല്ല, ആരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലുണ്ടോ അവരെല്ലാവരും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളത് അറിയുന്നില്ല എന്നുള്ള വാസ്തവം സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിലുള്ള പാപാവസ്ഥയാണ് നമുക്ക് ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തത്. ദൈവം നമ്മളെ അനന്തമായി സ്നേഹിക്കുമെന്നാൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്നത് നമ്മളുടെ പാപാവസ്ഥയാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലയക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനത്തില്, ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, തന്മൂലം അവൻ രക്ഷ പ്രാപിക്കുകയും അവൻ അതരം കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ തന്മൂലം അവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ നാമം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് അതരത്തിലൂടെ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് രക്ഷ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപമാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം 32-ാം അധ്യായത്തിലെ 1 മുതൽ തിരുവചനം വായിക്കുമ്പോഴാണ്, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എന്റെ ശരീരം വരണ്ടുപോയി. എന്നാൽ ഞാൻ പാപങ്ങൾ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടുന്ന് എന്റെ പാപം ക്ഷമിച്ചു. പ്രിയമുള്ളവരെ, പാപങ്ങൾ ഏറ്റുപറയാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവം പാപം ക്ഷമിച്ചുവെന്ന് സങ്കീർത്തകൻ 32-ലൂടെ അവിടുന്ന് നമ്മളോട് പറയുകയാണ്. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ഇന്ന് മനുഷ്യൻ ഒത്തിരി സമ്പാദിക്കുന്നുണ്ട്. ഈ സമ്പാദ്യം എന്തിനാണെന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് ബാക്കില് നിക്ഷേപിച്ചാലും, എത്ര വലിയ സൗധങ്ങളായ കെട്ടിടങ്ങൾ പണിതുയർത്തിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ വില നിനക്ക് കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയില് നമ്മൾ ഓരോരുത്തരും പാപിയാണെന്ന് ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടെ നിന്ന് ഞങ്ങളെ പാപമോചനത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തില് 1-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ പറയണം, ദൈവത്തിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം സകല അനീതികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുമെന്ന്. യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളെ സകല തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളെ മോചിപ്പിച്ചാൽ, ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കിയാൽ, ഈ രക്ഷ നമ്മളോട് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ സ്നേഹം പങ്കുവയ്ക്കാൻ മാത്രമല്ല,
അവരെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ രക്ഷ തിരിച്ചറിഞ്ഞ് യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടെ നിന്ന് ചൊരിയും. പ്രിയമുള്ളവരെ, ഈ ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവസ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മൾ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് അങ്ങനെ ജീവിക്കും. അവസാനം നമ്മുടെ ആത്മാവ് എവിടെയായിത്തീരുമെന്നോ എങ്ങനെയായിത്തീരുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ജ്ഞാനത്തിന്റെ പുസ്തകം 12 അധ്യായത്തില് തിരുവചനം പറയാ, ദൈവം നമുക്ക് ദാനമായി നൽകിയ ആത്മാവിനെ, അവിടുന്ന് കടമായി തന്ന ആത്മാവിനെ ചോദിക്കുമ്പോൾ, ദാതാവ് ആവശ്യപ്പെടുമ്പോൾ അതിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങുന്ന മനുഷ്യനാണ് വിപുലമായ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. ധനം ഒരു വിഗ്രഹമാണ്. കാരണം ധനത്തെ സ്നേഹിക്കുന്നവന് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ സ്നേഹം മുഴുവനും ദൈവ സന്നിധിയിലല്ല, ധനത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധനം സമ്പാദിക്കണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ധനമാണ് അവന്റെ ദൈവം എന്നുള്ള വിചാരമാണ് ഏറ്റവും വലിയ അപകടമുണ്ടാക്കി വെക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തില് 3:5 പറയാണ്, ദ്രവ്യാഗ്രഹമാണ് ധനം സമ്പാദിച്ചു വെക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് മാറുകയാണെന്നുള്ള സത്യം അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ മാത്രമാണ് ഈ ധനം എന്താണെന്ന് അവന് മനസ്സിലാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ധനം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ അവന് സാധിക്കുകയുള്ളൂ. കാരണം അവന് എപ്പോഴും ഭയമാണ്. കാരണം ഇത് തീർന്നു പോകുമോ എന്നുള്ള പേടി. കാരണം തിമോത്തിക്കെതിരെ 1-ാം ലേഖനത്തില് വിശുദ്ധ പൗലോസ് പറയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, സ്നേഹത്തിന്റെയും രക്ഷയുടെയും ആത്മാവിനെയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കാരണം എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ഇവനാണ്, ധനമാണ് അവന്റെ ദൈവം. കാരണം അവനത് ആർക്കും കൊടുക്കുകയില്ല. കാരണം സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയും സ്വന്തം ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രം ഈ ധനത്തെ അവൻ ഉപയോഗിക്കും. കാരണം അവന്റെ ദൈവം ധനമാണ്. ധനമോഹം തന്നെയാണ് ഏറ്റവും വലിയ വിഗ്രഹാരാധന എന്നാണ് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ധനത്തിൽ നിന്ന് മുക്തി നേടണമെന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് നിനക്ക് ദൈവത്തിന്റെ രക്ഷ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 16 പോലെ ലോകം മുഴുവനും നേടി അവസാനം നീ എങ്ങോട്ട് പോകും, നിത്യരക്ഷയിലേക്ക് കടക്കുമോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാണ്. റോമാലേഖനം 2-ാം 4-ാം പറയണം, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ല. അത് നിന്റെ അനുതാപരഹിതമായ ഹൃദയം മൂലം ദൈവത്തിന്റെ ഭോഗം നീ സംഭരിച്ചു വെക്കുകയാണോ ചെയ്യുന്നത്? വചനം കേട്ടിട്ടും വചനം വായിച്ചിട്ടും യാതൊരു മാറ്റവും വരാത്ത വ്യക്തികളെ ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രിയമുള്ളവരെ, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവം ഈ കാരുണ്യം നിന്റെ മേൽ ചൊരിയുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. കാരണം പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തില് 17-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് ജ്ഞാനിയാണ്. വേണ്ട വിധം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നീയാണ്. ഇതാ നന്മയും തിന്മയും ജീവനും മരണവും വെള്ളയും അഗ്നിയും നിന്റെ മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനമെടുക്കേണ്ടത് നീയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്.
ഞാനും അതിൽ ഉൾപ്പെടും. ഏത് തീരുമാനം വേണമെങ്കിലും നമുക്കെടുക്കാം. ജീവൻ പ്രാപിക്കണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം. അതോ മരണമാണോ, പാപ വഴിയാണോ നിനക്കിഷ്ടം, നിനക്ക് തിരഞ്ഞെടുക്കാം. ദൈവം ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുമസ് ആഘോഷിച്ച് കഴിഞ്ഞു. എന്നാൽ ലൂക്കാ സുവിശേഷം 2:10-11 അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഇതാ സകല ജനതയ്ക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ഇന്ന് പൂജാതനായിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് കഴിഞ്ഞു ഒരു വലിയൊരു പെരുന്നാളിന്റെ പ്രതീതിയും നമ്മൾ ഇന്ന് വിട്ടാകുന്നു. നമ്മളുടെ ജീവിതം എപ്രകാരമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. നമ്മൾ വിചാരിക്കും എന്നും ഇങ്ങനെ തന്നെ പോകുന്നു, ഇങ്ങനെ തന്നെ ഇല്ല. പ്രിയമുള്ളവരെ, ഇതിന് അവസാനമുണ്ട്. നമുക്ക് ഒരവസാനം നമുക്കുണ്ട്. ആ അവസാനത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ള ഓർമ്മ നമുക്ക് വേണം. നമ്മുടെ ജീവിതം എത്രയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. സങ്കീർത്തനം 90-ാം അധ്യായം അവിടെ നിന്ന് ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യന്റെ ആയുസ് 50, 60, 70, ഏറിയാൽ 9. അതുവരെയും മനുഷ്യന് എത്തേതും ദുരിതവും ക്ലേശവുമാണെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ദീർഘായുസിനെ കുറിച്ച്, നമ്മുടെ ആയുസിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മനസ്സിലാകും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമോ വേണ്ടയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു സകല മനുഷ്യരോടും പറയുന്നത് നിങ്ങൾ പശ്ചാത്തലയ്ക്കണം. അപ്പോസ്തല പ്രവർത്തനം 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല, എന്നാൽ ഇപ്പോഴും എല്ലാവർക്കുമുള്ള സകല ജനതകളും അനുസരിക്കണമെന്ന് അവിടുന്ന് ആഹ്വാനം ചെയ്തു. അപ്പോൾ എന്താണ് അത്? നമ്മുടെ അനുതാപം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നീതിമാന്മാരല്ല. ദൈവവചനം ഇപ്രകാരം പറഞ്ഞു: ഒരുവരും നീതിമാനല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി, നന്മ ചെയ്യുന്നതിനുമില്ല, ഒരുവൻ പോലുമില്ല. സങ്കീർത്തനം 53:9 തിരുവചനം. ദ്വേഷം തന്റെ ഹൃദയത്തിൽ ദൈവമില്ലെന്ന് പറയുന്നു. അവൻ മ്ലേച്ഛതയിൽ മുഴുകി ജീവിക്കുന്നു. ദൈവം തന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ ആരായുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ ദൈവം നോക്കുന്നു. ഇത് ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാം ദൈവസന്നിധിയിലാണോ അല്ലയോ, അതോ ലോകത്തിന്റെ പുറകിലാണ്. ലോകം നമുക്ക് വെച്ചുനീട്ടി തരുന്ന ഈ സൗഭാഗ്യങ്ങൾ അത് ക്ഷണികമാണെന്ന് കുറെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അയൽവക്കങ്ങളിൽ ചില ഭവനങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇന്ന് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച പലരും ഇന്ന് ഇല്ല. ഇന്ന് ആ ഭവനം പോലും ഇന്നില്ല. കണ്ണുകൊണ്ട് കണ്ടിട്ടും ആരും ഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേക ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അവർ കണ്ണുകൊണ്ട് കണ്ടു എന്നാൽ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ദൈവം അവരെ അനുതാപത്തിലേക്ക് നയിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യാതിരിക്കത്തക്കതും അവരുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു. കാരണം എന്താണെന്ന് സുവിശേഷം പറയുന്നു. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിലും 2-ാം അധ്യായം 7-ാം വാക്യത്തിലും 4-ാം അധ്യായം 7-ാം വാക്യത്തിലും ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നെങ്കിലും നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രമിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷയുടെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ പിതാക്കന്മാർ അവിടെ വെച്ച് എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തികൾ കണ്ടിട്ടും അവർ എന്നിൽ വിശ്വസിച്ചില്ല. പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം.
ദൈവം ഇത്രയും നാള് നിന്നെ പോറ്റി വളർത്തിയെങ്കിൽ ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. നിന്നെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കണം. അത് ദൈവം നമ്മളില് കാലാകാലങ്ങളില് ഓരോ വ്യക്തികളിലൂടെയും സംസാരിപ്പിക്കും. അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ സമയമായിട്ടില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 തൊട്ട് 16 വരെയുള്ള തിരുവചനത്തില് അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കാൻ പോയ ഒരു ഉടമസ്ഥനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ അതിരാവിലെ കുറെ പേര് മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ചു. ഒരു ദിനാറ് മാത്രം കൂലി കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തില് അവരെ വിളിച്ചു. 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും ഇങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണിക്കൂറിൽ ഇറങ്ങി വന്നപ്പോൾ കുറെ പേര് ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ദിവസം മുഴുവനും അലസരായി കഴിയുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളെ ആരും വിളിക്കാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കാം, ഞങ്ങളെ ആരും വിളിക്കാത്തത് കൊണ്ടാണ് അവര് സുവിശേഷം കേൾക്കാൻ പോകാത്തതും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാത്തതും. എന്നാൽ 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും ഓരോ വ്യക്തികളെയും വിളിച്ചു അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. അവിടെ ആദ്യം ചെന്നവർക്ക് മുതല് അവസാനം വന്നവർക്ക് വരെ അവിടെ നിന്ന് കൂലി കൊടുക്കുവാൻ കാര്യസ്ഥനോട് കൽപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗം നമുക്ക് സുവിശേഷമാണ്. പ്രിയമുള്ളവർ, എന്താണിത്? ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് നല്ല പ്രായത്തില് പലരും, മോനെ നീ ഇങ്ങനെ ജീവിച്ചാ പോരാ, നീ ദൈവത്തിന്റെ വചനമൊന്ന് കേക്ക്, നീ ഇങ്ങനെ പോയാൽ നിന്റെ ജീവിതം എന്തായി തീരും എന്ന് പറയുമ്പോൾ അവന്റെ മർക്കടമുഷ്ടിയും മാത്സര്യവും അഹങ്കാരപൂർവ്വം പറയും, ഇപ്പൊ സമയമായിട്ടില്ല. എന്നാൽ അവസാന സമയം 11 മണിക്കൂറിലും നിനക്ക് സാധ്യതയുണ്ട്. നിന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും നിനക്ക് അനുഭവിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം നീ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നിന്റെ ആത്മാവിന് ഉത്തരം പറയുവാൻ ആരുണ്ട്? പ്രിയമുള്ളവരെ, നീ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരമാണ് പറയുന്നത്, അധർമ്മിയോട് നിന്റെ പാപം പറഞ്ഞാൽ അവൻ അതനുസരിക്കുകയും അതനുസരിച്ച് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ അവൻ അവന്റെ ആത്മാവിനെ നേടി. എന്നാൽ അവൻ അനുസരിക്കാതെ അഹങ്കാരത്തിൽ നടന്നാൽ അവന്റെ ആത്മാവിന് അവൻ തന്നെയാണ് ഉത്തരവാദി. അവന്റെ രക്തത്തിന് നീ കണക്ക് പറയേണ്ടി വരികയില്ല. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഈ സായാഹ്ന വേളയില് നിങ്ങളോട് ദൈവവചനം പ്രയോജിക്കുന്നത്. പ്രിയമുള്ളവനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചന പ്രഘോഷണത്തിലൂടെ ആരെങ്കിലും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചാൽ അത്രയും വലിയ സന്തോഷം കിട്ടാനില്ല. കാരണം ഒരു പാപിയുടെ മാനസാന്തരത്തില് സ്വർഗം സന്തോഷിക്കും. കാരണമെന്നാൽ 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ ഒരു പാവി അനുദപിക്കുമ്പോൾ അവിടുന്ന് സ്വർഗം സന്തോഷിക്കുമെന്ന് ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ അവിടുന്ന് തിരുവചനം നമ്മളോട് ആഹ്വാനം ചെയ്യും. ഓരോ മക്കളും മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. അത് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ധൂർത്തപുത്രന്റെ ഉപമ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ അവന്റെ പിതാവ് പറയാണ്, മേൽത്തരം വസ്ത്രങ്ങൾ അവൻ അണിയിക്കും, ചെരുപ്പ് ധരിപ്പിക്കുവിൻ, കൈകളിൽ മോതിരം അണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവിനെന്ന്. കാരണം എന്റെ പുത്രൻ ഇവൻ മൃതനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നുവെന്ന് തിരുവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങൾ, ദൈവത്തിന്റെ മുൻപില് 2 വഴികളുണ്ട്. നന്മയും തിന്മയും നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്. നിനക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ദൈവം നിന്നെ പുറകെ നിന്ന് ശല്യപ്പെടുത്തുകയില്ല. ഇന്ന് പലരും പല ക്ലാസുകളും ധാന്യങ്ങളോടി മാനസാന്തരപ്പെട്ട് വീണ്ടും പല അടിമത്തത്തിന് അടിമകളാണ്. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണെന്ന് പത്രോസിലെ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തില് തിരുവചനം പറയാണ്. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ്. നീ മദ്യത്തിന് അടിമയാണോ? നീ മദ്യത്തിന് അടിമയാണെങ്കിൽ നിന്നെ ഭരിക്കുന്നത് നിന്റെ മദ്യമാണ്, ദൈവമല്ല നിന്നെ ഭരിക്കുന്നത്. അടിമയാണ് നീ, മദ്യത്തിന് അടിമയാണ് നീ, അതിന്റെ അടിമയാണ്. എന്നാൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം
2-3 തിരുവചനങ്ങളിലൂടെ പറയുകയാണ്, ദൈവം മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകി, എല്ലാറ്റിനെയും ഭരിക്കുവാൻ ഉള്ള അധികാരം അവന് നൽകി, ജ്ഞാനം നൽകി, സകലത്തിനെയും ഭരിക്കുവാനുള്ള അധികാരവും ദൈവം അവന് നൽകി, സകല ശക്തികളെയും ഭരിക്കുവാനുള്ള അധികാരം തന്ന മനുഷ്യനാണ് ഇന്ന് മദ്യത്തിനും പുകലയ്ക്കും അതുപോലെ ഫ്രാൻസിനുമെല്ലാം അടിമപ്പെട്ട് ജീവിക്കുന്നത്. ജോബിന്റെ പുസ്തകം 20-ാം അധ്യായം 12, 13, 14 തിരുവചനങ്ങളില് ഹാൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി അവനത് ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി മാറും. എന്നാൽ ദൈവം അവന്റെ വിഴുങ്ങിയ സമ്പത്ത് അവന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ഏത് സമ്പത്ത് നീ വിഴുങ്ങിയാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷം, ഒന്നുമല്ല ക്യാൻസർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രോഗമായി മാറും. അവനത് അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ലൈബ്രറിയിൽ, ഇവിടെ തൊട്ടുതാഴെയുള്ള ലൈബ്രറിയുടെ അപ്പുറമാണ് ഞാൻ താമസിക്കുന്നത്, അവിടെ നിന്ന് കടന്നു വരുമ്പോൾ ഒരു കുന്ന് ഹാൻസിന്റെ പൊതിക്കെട്ട്, ഞാനൊരു പൊതിക്കെട്ട് എടുത്തു വെച്ച് ഞാൻ കൊണ്ടുപോയി ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാൻസിന്റെ പൊതിക്കെട്ടൊന്നും കാണുന്നില്ല, ഒരു കടലാസ് പോലും അവിടെ കാണുന്നില്ല. എന്നാലും ഇത് നിർത്തിപ്പോകുമെന്ന് സംശയമുണ്ട്. പലരും അത് ഉപയോഗിച്ചവരെയും എനിക്കറിയാം. അവർ നിർത്തിയെങ്കിൽ അവർക്ക് ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ഇതിനെല്ലാം അടിമയാണെങ്കിൽ നിനക്ക് അവസരമുണ്ട്, നിനക്ക് തിരിച്ചു വരുവാനുള്ള അവസരമുണ്ട്. കാരണം പാപിക്ക് തിരിച്ചു വരാനുള്ള അവസരം അവിടെ നൽകുന്നുവെന്ന് പ്രവാചകന്റെ പുസ്തകം അത് വ്യക്തമായി പറയുന്നു. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാനുള്ള അവകാശം, ഒരു അധികാരം അവന് കൊടുത്തിട്ടുണ്ട്. ദൈവം അവന് ഓരോരുത്തർക്കും ഈ സന്നിധിയില് രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ ശക്തി ദൈവം പരിശുദ്ധാത്മാവ് മുഖേന നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, പാവങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷകനും നാഥനുമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിനക്കിതിനെല്ലാം കഴിയുമെന്ന തിരുവചനം പ്രഖ്യാപിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ദൈവരക്ഷ നിനക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ കണ്ട രക്ഷ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ചതും വീക്ഷിച്ചതുമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളും ആ കൂട്ടായ്മയിലായിരിക്കുവാനാണ് ഇത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ സായാഹ്ന വേളയിലെ ഈ സമയം വരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികളെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കും. അവർക്ക് ദൈവം രക്ഷയുടെ കവാടം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്ഷ സകല മക്കളിലേക്കും പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, ദൈവത്തിന്റെ കരുണയുടെ കവാടം തുറന്നു ഈ ഈശ്വരത്തിന്റെ പ്രദേശങ്ങളെ നിരപ്പിലും സകല മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടതകളെ പ്രയാസങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, എല്ലാ തിന്മയുടെ അടിമത്തത്തിൽ നിന്നും സകല മക്കളും മോചിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും ക്രിസ്തുവിനെ അറിയണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തില് 3-ാം അധ്യായം 4-ാം വാക്യത്തില് വിശുദ്ധ പൗലോസ് പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ദൈവത്തെ അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ രക്ഷ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ മക്കളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം
അങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രജാപനത്തിൽ ഉൾപ്പെടുത്തിയതിനെ ഞങ്ങളെ രക്ഷിക്കണേ. പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് നിത്യം മാധ്യസ്ഥം വഹിക്കുന്ന അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ.